നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുരുഷാർദാസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭാരതവർഷ, അതുപോലെ തന്നെ ആശ്രമ സിസ്റ്റം, വർണ്ണ സിസ്റ്റം തുടങ്ങിയ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പുരുഷാർദാസ് എന്ന് പറയുന്ന UGC നെറ്റ് ഹിസ്റ്ററിയുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പുരുഷാർദാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പുരുഷാർദാസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ് meaning objectives of man. Purusha means human beings and Artha means objectives or objects. അപ്പോൾ പുരുഷാർത്ഥ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ്. പുരുഷ എന്ന് പറയുന്ന പദത്തിനർത്ഥം ഹ്യൂമൻ ബീയിങ്സ് എന്നും അർത്ഥ എന്ന് പറയുന്ന പദത്തിനർത്ഥം എന്താണ്? ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ പുരുഷാർത്ഥ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഒബ്ജക്റ്റീവ്സ് ഓഫ് മാൻ എന്നാണ്. According to Hindu way of life, a man should strive to achieve 4 chief goals, that is dharma, artha, kama, moksha. Every individual in a society is expected to achieve these 4 objectives. അപ്പോൾ ഹിന്ദു വേ ഓഫ് ലൈഫ് പ്രകാരം എല്ലാ മനുഷ്യരും ഈ 4 ഗോൾസ് അച്ചീവ് ചെയ്യണം. അത് ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഇവയാണ് പുരുഷാർദാസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഇതാണ് പുരുഷാർദാസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോ പുരുഷാർദാസിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ധർമ്മ എന്ന് പറയുന്നത്. ഫസ്റ്റ് പുരുഷാർത്ഥ ഈസ് നോൺ ആസ് ധർമ്മ. ദ നോർമൽ ട്രാൻസ്ലേറ്റിംഗ് വേർഡ് ഫോർ ധർമ്മ ആർ റിലീജിയൻ, ട്രൂത്ത്, റൈറ്റ്നെസ്, ഹോൾസംനെസ്. Each and every activity of people should be non-harming, non-irritating for others. അപ്പോൾ ധർമ്മ എന്ന് പറയുന്നത് പുരുഷാർദാസിലെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ധർമ്മയാണ്. ദ ഫസ്റ്റ് പുരുഷാർത്ഥ ഈസ് നോൺ ആസ് ധർമ്മ. ദ നോർമൽ ട്രാൻസ്ലേറ്റിംഗ് വേർഡ് ഫോർ ധർമ്മ ആർ റിലീജിയൻ, ട്രൂത്ത്, റൈറ്റ്നെസ്, ഹോൾസംനെസ്. ഈ ധർമ്മ എന്ന് പറയുന്ന പദം ട്രാൻസ്ലേഷൻ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? റിലീജിയൻ എന്നൊരർത്ഥമുണ്ട്, ട്രൂത്ത് സത്യം എന്നർത്ഥമുണ്ട്, റൈറ്റ്നെസ്, ഹോൾസംനെസ്. ഇതൊക്കെയാണ് ധർമ്മ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. Each and every activity of people should be non-harming and non-irritating for other. അപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരാളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്നാണ്. എന്തിനർത്ഥം? ധർമ്മ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ഗോൾ എന്ന് പറയുന്നത് അർത്ഥ എന്നാണ്. അർത്ഥ മീൻസ് വേൾഡ്ലി ഗെയിൻ. It does not mean that people have to earn a lot of wealth. It means to earn in a systematic and right way. അപ്പോൾ അർത്ഥ എന്ന് പറയുന്ന പദത്തിനർത്ഥം പണം, അല്ലെങ്കിൽ പണം എന്നാണ് നമ്മൾ കൊടുക്കുന്ന ഒരർത്ഥം. പക്ഷെ അതിൻ്റെ ശരിയായ മീനിങ് എന്ന് പറയുന്നത് വേൾഡ്ലി ഗെയിൻ. നമുക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന എന്തിനേയും എന്തു പറയാം? അർത്ഥ എന്ന് പറയാം. അതിന് പണം എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അതായത് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് പീപ്പിൾ ഹാവ് ടു ഏൺ എ ലോട്ട് ഓഫ് വെൽത്ത്. അതായത് ഒരുപാട് പണം ഉണ്ടാക്കുക എന്നല്ല ഇതിനർത്ഥം. സിസ്റ്റമാറ്റിക് ആയിട്ടും അതുപോലെ ശരിയായ രീതിയിലും സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന എന്തിനേയും എന്ത് പറയാം? നമുക്ക് അർത്ഥ എന്ന് പറയാം. പ്രോസ്പിരിറ്റി ഈസ് എസെൻഷ്യൽ ടു ലീഡ് എ ഹാപ്പി ലൈഫ്. അഭിവൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യണമെങ്കിൽ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ സമ്പാദ്യം വേണം. ഏണിംഗ് ഇൻ എ റോങ് വേ ഈസ് നോട്ട് എ പ്രോപ്പർ ഡ്യൂട്ടി. നമ്മൾ ശരിയല്ലാത്ത രീതിയിൽ സമ്പാദിക്കുന്ന ഒന്നും എന്താണ്? പ്രോപ്പറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ അർത്ഥ എന്ന് പറയുന്നത് എന്താണ്? വേൾഡ്ലി ഗെയിൻ. നമുക്ക് ഈ ലോകത്ത് നിന്ന് ലഭിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തു പറയാം? വേൾഡ്ലി ഗെയിൻ. പക്ഷെ അത് എങ്ങനെയുള്ളതായിരിക്കണം? റൈറ്റ് വേയിലൂടെ ആയിരിക്കണം. ഓക്കെ, അതാണ് അർത്ഥ എന്ന് പറയുന്നത്. തേർഡ് പുരുഷാർത്ഥ എന്ന് പറയുന്നത് കാമ ആണ്. ഇറ്റ് മീൻസ് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ പ്ലഷർ. അതായത് ഒരു ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ തോന്നുന്ന അതിയായ ആവേശത്തിനെയാണ് കാമ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. The Hindu philosophy also includes the worldly pleasure, including sexuality, love, marriage, arts, music, food during the second stage of life. അപ്പോൾ നമ്മൾ ആശ്രമ സിസ്റ്റം പഠിച്ച സമയത്ത് 4 സ്റ്റേജസിനെ കുറിച്ചിട്ട്, ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ 4 സ്റ്റേജസ്, ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, അതിൽ സെക്കൻഡ് സ്റ്റേജാണ് ഗൃഹസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിലാണ് പൊതുവെ ഈ ഒരു പുരുഷാർത്ഥ ഡെവലപ്പ് ചെയ്യുന്നത്. കാമ എന്ന് പറയുന്ന ഒരു പുരുഷാർത്ഥം ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് സെക്ഷുവാലിറ്റി മാത്രമല്ല, ലവ്, മാരേജ്, ആർട്സ്,
മ്യൂസിക്, ഫുഡ് ഇത്തരത്തിലുള്ള എന്തിനോടും തോന്നുന്ന അതിയായ ഒരു ആവേശത്തിനെയാണ് എന്തെന്ന് പറയുന്നത് കാമ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് പീപ്പിൾ പെർസീവ് കാമ ആസ് എ സെക്ഷൽ പ്ലഷർ. ഇറ്റ് ഹാസ് എ ബോർഡർ മീനിങ്. അതായത് അധിക ആളുകളും പറയുന്നത് കാമ എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്ഷൽ പ്ലഷർ മാത്രമാണെന്ന്. പക്ഷെ അതൊരു ബോർഡർ മീനിങ് മാത്രമാണ്. ജോയ് ആൻഡ് പ്ലഷർ ഇൻ അവർ ലൈഫ് ഈസ് കാമ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീപ്പ് മീനിങ്ങിൽ എന്താണോ നമുക്ക് ജോയ്ഫുൾനെസ്, സന്തോഷവും പ്ലഷറും തരുന്ന എന്തിനേയും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്ലഷറും ജോയ്ഫുൾനെസ്സും തരുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം, കാമ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കാം എന്നാണ് പറയപ്പെടുന്നത്. The last and final Purushartha is Moksha. All the 4 stages of life, after having all the experiences of the world, human have to strive for liberation. If one has achieved the first 3 Purusharthas, gradually a time appears when one surpassed them. If Artha and Kama are based on Dharma, then attaining final aim, Moksha will be easier. അപ്പോൾ പുരുഷാർത്ഥാസിലെ ലാസ്റ്റ് സ്റ്റേജ് ആണ് മോക്ഷ അല്ലെങ്കിൽ ലിബറേഷൻ. അതിനെ മരണം എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഈ ലൈഫിലെ 3 സ്റ്റേജസും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളായിട്ട് ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. എല്ലാ വ്യക്തികളിലും എന്തുണ്ട്, മോക്ഷം എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റേജാണ് എന്ത്, മോക്ഷ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കർമ്മം എന്ന് പറയുന്നത് വളരെ നല്ലതാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് തന്നെ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇതാണ് 4 പുരുഷാർത്ഥാസ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ്, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തരാൻ ശ്രമിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.